നിപ മരണം സ്ഥിരീകരിച്ചതോടെ 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നാണ് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മരിച്ച പാലക്കാട് കുമരംപുത്തൂർ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ 46 പേരാണ് ഉള്ളത്. CV അനുമോദ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിപ ആശങ്ക അകലുന്നു എന്ന് സമാധാനപ്പെട്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് വീണ്ടും നിപയുടെ ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നത്. എങ്ങനെയാണ് പുതിയ ജാഗ്രതാ നിർദ്ദേശം? ആര്യ, ഗുഡ് മോർണിംഗ്. 58-കാരൻ്റെ മരണത്തെ തുടർന്നാണ് ഇപ്പോൾ നിപ വീണ്ടും ഈ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾക്കൊക്കെ ആശങ്ക നൽകുന്ന സാഹചര്യം തീർത്തിരിക്കുന്നത്. ഒരു ജില്ലയിൽ മാത്രമല്ല, ഈ മണ്ണാർക്കാട് ജില്ല അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലമാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലേക്കും അതേപോലെ മലപ്പുറത്തിൽ നിന്ന് റെഫർ ചെയ്തു പോകുന്ന കോഴിക്കോട് ജില്ലയിലേക്കൊക്കെ ഈ നിപയുടെ ഒരു ഭീതി ഉണ്ടാകാനുള്ള കാരണമുണ്ട്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയ നിർദ്ദേശപ്രകാരം 6 ജില്ലകളിൽ ആശുപത്രികളിലേക്ക് പോകുന്നത് അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പോകാവൂ. അല്ലെങ്കിൽ പോയാൽ തന്നെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ വരുന്ന രോഗികളിൽ നിപ സ്ഥിരീകരിക്കുന്നത് ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേക്ക് ആകുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. പനിയോ ശ്വാസം തടസ്സമോ ഒക്കെ ആയിട്ട് വരുന്നവർക്ക് ഇനിയിപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് എത്തുന്നവർ അത്രയും ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മങ്കട സ്വദേശിനിയുടെയും അതേപോലെ തന്നെ ഇപ്പോൾ ഈ 58-കാരൻ്റെയും മരണം, അത് നിപ മരണം സംഭവിച്ചതിന് ശേഷമാണ് നിപ സ്ഥിരീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ആശങ്ക മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ജില്ലകളിലെ ആശുപത്രികളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ആര്യ സൂചിപ്പിച്ചത് 46 പേരാണ് ഇപ്പോൾ ഇദ്ദേഹം മരിച്ച ഈ കുമരംപുത്തൂർ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരെ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എത്ര പേർ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെന്നതിനെക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഈ ഒരു സമയത്ത് അദ്ദേഹം പോയ ആശുപത്രിയിലുള്ള ആ ലൊക്കേഷനിലുള്ളവരെ കണ്ടെത്തുവാനും അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും അങ്ങനെ ഈ ഒരു നിപയുടെ അത് എത്രമാത്രം ആളുകളിലേക്ക് എത്തും എന്നൊരാശങ്ക നിലനിൽക്കുന്നുണ്ട്. പരമാവധി ആളുകളെ കണ്ടെത്തി അവരെ ക്വാറന്റൈനിൽ വിടാനുള്ള, നിരീക്ഷിക്കാനുള്ള നടപടിയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് അറിയാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഈ ഒരു മേഖലയിൽ തച്ചനാട്ടുകര അതേപോലെ തന്നെ കുമരംപുത്തൂർ മേഖലകളിലൊക്കെ ഈ ഒരു വവ്വാലിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണോ ഈ അസുഖം വന്നിരിക്കുന്നത്? അതായത് തച്ചനാട്ടുകര സ്വദേശിക്കും കുമരംപുത്തൂർ സ്വദേശിയുടെയും 2 ഇടങ്ങളിലായിട്ടാണ് രോഗം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയെന്നുള്ളത് കണ്ടെത്തുകയും വലിയ ഒരു തലവേദന തന്നെയാണ്, വെല്ലുവിളിയാണ്. അതിൻ്റെ നടപടികളും പുരോഗമിക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു ജില്ലകളിൽ ഈ ചെറിയ പനിയോ തലവേദനയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടോ ഒക്കെ ആയിട്ട് വരുന്നവർക്ക് പോലും നിപയുടെ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് ആരോഗ്യവകുപ്പിന് ഇപ്പോൾ വെല്ലുവിളിയാകുന്നത്. അതുകൊണ്ടാണ് ഈ ജില്ലകളിൽ ജാഗ്രതയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, അടിക്കടി ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുന്നതാണ് നമ്മുടെ എല്ലാം ആശങ്കയേറ്റുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായ സാഹചര്യം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സംഘം അടക്കം എത്തിയിട്ടുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കേന്ദ്ര സംഘം മടങ്ങിയോ അവരുടെ ഒരു നിഗമനം ഈ വിഷയത്തിൽ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് എന്ന നിലയിൽ മുന്നോട്ട് വെക്കുന്നത് എന്താണ് അനുമോദ്? കേന്ദ്ര സംഘം ഈ വവ്വാലുകളുടെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ നേരത്തെ 38-കാരിക്ക് രോഗം സ്ഥിരീകരിച്ച് തച്ചനാട്ടുകര മേഖലയിലായിരുന്നു കേന്ദ്ര സംഘത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ നിന്നും ഈ വവ്വാലുകളുടെ ബ്ലഡും അത് സ്രവങ്ങളും ഒക്കെ ശേഖരിക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഈ വവ്വാലുകളുടെ സ്വഭാവത്തിൽ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഈ നിപയുടെ വകഭേദത്തിൻ്റെ എന്തെങ്കിലും വകഭേദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ വവ്വാലുകളെ കുറിച്ച് കൃത്യമായി അറിയേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ വവ്വാലുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പഠനവും അത്തരത്തിലുള്ള നിരീക്ഷണവും ഒക്കെയാണ് ആ മേഖലയിൽ നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ രോഗം പിടിപെടാനുള്ള കാരണം, അതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയെന്നുള്ളത് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിൽ ചെന്ന് ഈ അവർ പരിശോധിക്കുക,
രോഗലക്ഷണങ്ങളെ കുറിച്ചാണ്, രണ്ട് ഈ രോഗം വരാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ രണ്ടാമത്തത് പഠിക്കുകയാണ് ഈ ഒരു രോഗം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യുക. അതായത് ആ ഒരു മേഖലയിൽ കേന്ദ്രീകരിച്ച് അവിടെ വവ്വാലുകളുടെ സാന്ദ്രത കൂടുതലാണെങ്കിൽ എന്തുകൊണ്ടാണത്, അത് ഏതൊക്കെ തരത്തിലുള്ള പഴങ്ങളായിരിക്കും ഇത് കഴിക്കുന്നുണ്ടാകുക, ഇതിൻ്റെ ശരീരത്തിൽ മറ്റെന്തെങ്കിലും അണുബാധയോ വൈറസോ അല്ലെങ്കിൽ ഈ രക്തവും ഇതൊക്കെ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ. അങ്ങനെയുള്ള കുറേയും കൂടി ശാസ്ത്രീയമായിട്ടുള്ള അല്പം ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക. സ്വാഭാവികമായിട്ടും ആ നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതിനിടെ ഇതെല്ലാം നടക്കുന്നതിനിടെ രണ്ടാമതുള്ള ഈ ഒരു കേസ് ഉണ്ടായത് എന്നുള്ളത് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും നിപ്പയുടെ ആശങ്ക ഇങ്ങനെ ഏറുകയാണ്. ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ ദിവസം മരിച്ച വ്യക്തിക്ക് നിപ്പ സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ആശങ്കയേറുന്നത്. ഇത്തവണ ആരോഗ്യവകുപ്പ് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകൾ അങ്ങനെ 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ആശുപത്രികളിലേക്ക് അവിടെ എത്തുന്ന രോഗികൾക്ക് പനിയുടെ അടക്കം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്.